ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് part4. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് RDXന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ എഞ്ചിൻ ക്ലീനിങ് ആണ്. പുറമേ നിന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 seconds. അപ്പോൾ എഞ്ചിനും കാർബറേറ്ററും ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അപ്പോൾ നമ്മുടെ കാർബറേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാർബറേറ്ററിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ട്യൂണിങ് സ്ക്രൂവും ഇല്ല, അതുപോലെ തന്നെ ചോക്കിൻ്റെ സ്ക്രൂവും ഇല്ല, അത് മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് മറ്റൊരു കാർബറേറ്റർ കൊറിയർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയി പിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ആ കാർബറേറ്റർ വെച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ഞാൻ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ക്ലീനിങ് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഈ കാർബറേറ്റർ ക്ലീനിങ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ പുറമേ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള ഈ പൊടിയും അഴുക്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ഈ എഞ്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇത് സുസുക്കി സമുറായുടെ 98.2 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് പെട്രോൾ 2-stroke എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7.8 bhp അറ്റ് 5500 rpm 9.8 Nm ടോർക്ക് അറ്റ് 5000 rpm പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണിത്. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല ഇത്. പക്ഷേ ശരിക്കും നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ളത് ഒരു RX-ൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോഗറിൻ്റെയോ ഒക്കെ എഞ്ചിനായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അത്രത്തോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമുറായുടെ എഞ്ചിൻ വെച്ചാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ ക്ലീനിങ് വീഡിയോ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സൈലൻസർ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈലൻസർ റിമൂവ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഇതിനുള്ളിൽ കൂടി പൊടി കയറി നമ്മുടെ പിസ്റ്റൺ റിങ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിലിണ്ടർ ബോറിനെയും ഒക്കെ അത് ഡാമേജ് ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോട്ടൺ വേസ്റ്റ് വെച്ച് ഇവിടെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എക്സോസ്റ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടി കയറി നമ്മുടെ സിലിണ്ടർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാം ഈ ക്ലച്ച് കേബിളും അതുപോലെ തന്നെ ഓയിൽ പമ്പിലേക്ക് വരുന്ന കേബിളും ഒന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു സൈഡ് പാനൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ബിറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു സൈഡ് പോർഷൻ റിമൂവ് ചെയ്തിട്ടില്ല. എങ്കിൽ നമുക്കത് സ്റ്റാർട്ടിങ് നമ്മുടെ വണ്ടിയുടെ ചേസിൽ കയറ്റുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാലും ഇത് റിമൂവ് ചെയ്തേ പറ്റൂ. കാരണം നമുക്കിത് ഈ ക്ലച്ച് കേബിളും ഒക്കെ ഓയിൽ പമ്പൊക്കെ റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കാർബറേറ്റർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഈ ഒരു മാനിഫോൾഡിൻ്റെ അവിടെ വരുന്ന ഒരു സ്ക്രൂ ലൂസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ആ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർബറേറ്റർ അവിടെ ഉണ്ട്. കാർബറേറ്ററിൻ്റെ കണ്ടീഷൻ കണ്ടില്ലേ, അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർബറേറ്റർ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊറിയറായി ഒരു കാർബറേറ്റർ അയച്ചു തരും. അപ്പോൾ ആ കാർബറേറ്റർ വെച്ചായിരിക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എങ്കിലും ഇതിൻ്റെ ക്ലീനിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പോർഷൻ കൂടി നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെക്കണം. മാനിഫോൾഡിൻ്റെ ആ പോർഷനും കൂടി നമുക്കൊരു കോട്ടൺ വേസ്റ്റ് വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളൊരു കോട്ടൺ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാനിഫോൾഡിൻ്റെ ഈ ഒരു ഹോൾ കൂടി അടച്ചു വെക്കണം. കാരണം നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റ് പൊടികളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കിടക്കണം. അപ്പോൾ നമ്മൾ ഡീസൽ യൂസ് ചെയ്താണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്നും മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം. അതിന് മുമ്പ് വിട്ടുപോയി നമ്മുടെ ഇവിടെ ഈ സിലിണ്ടറിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു റബ്ബറെല്ലാം നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്താണ് ഇതൊക്കെ ഒന്ന് ഊരിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഊരി വരും. അതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ സിലിണ്ടർ ഹെഡിലെ റബ്ബറെല്ലാം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഈ സിലിണ്ടറിൻ്റെ ഈ പോർഷനായിട്ട് ഇവിടെയും റബ്ബർ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ അത് റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അപ്പുറ സൈഡും ഉണ്ട്, അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ബ്രഷ് വെച്ച് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലെ പൊടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലെ പൊടികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീസൽ വെച്ച് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കോട്ടൺ വേസ്റ്റ് വെച്ച് ഒന്ന് തുടച്ചെടുക്കാം. കാരണം ഇതിൻ്റെ ഓയിൽ കണ്ടൻ്റൊക്കെ ഒന്ന് പോകാനായിട്ടാണ്.
അപ്പോൾ എന്തായാലും കുറച്ച് ഡീസൽ നമ്മൾ ഈ കോട്ടൺ നെസ്റ്റിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഡീസൽ വെച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബ്രഷ് വെച്ച് നല്ല രീതിയിലൊന്ന് ഉരച്ചടിച്ച് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിയിലൊന്ന് പൊക്കി നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വണ്ടിയുടെ എൻജിൻ സൈഡിൽ നിന്നും ഒരു ഓയിൽ ലീക്ക് പോലും കാണാനില്ല. അപ്പോൾ എൻജിൻ നല്ലൊരു കണ്ടീഷൻ എൻജിനായിരുന്നു നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്ക് ഈ ഒരു ഉള്ളിൽ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഡീസലൊന്ന് ഒഴിക്കുകയാണ്. ഫൈനലി അങ്ങനെ എൻജിൻ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല, പിന്നെ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ എത്തിക്കണമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ കോയിലിൽ നിന്ന് വരുന്ന വയറിങ്ങിൻ്റെ കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ ചെറിയ ട്യൂബ് നമ്മുടെ 2T ഓയിൽ പമ്പിൽ നിന്നും മാനിഫോൾഡിലേക്ക് പോകുന്ന ട്യൂബാണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ 2T ഓയിൽ ടാങ്കിൽ നിന്നും ഓയിൽ പമ്പിലേക്ക് പോകുന്ന പൈപ്പാണിത്. അതൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ എൻജിൻ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വലിയ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു വീഡിയോ, എങ്കിലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.